ബ്യൂറോക്രസിയുടെ ചട്ടക്കൂട് ഭേദിച്ചുകൊണ്ട് ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫയൽ നോട്ടത്തിൽ കാലതാമസം പാടില്ല. KAS രൂപീകരണം പഴയ സംവിധാനം തുടരാനല്ല, പുതിയ മാറ്റത്തിനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 1ാം വാർഷിക സമ്മേളനവും KAS ദിനാഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിൻ്റെ വിവരങ്ങളുമായി മാനസ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. മാനസ, മുഖ്യമന്ത്രി അത് 1ാം പിണറായി സർക്കാരിലും 2ാം പിണറായി സർക്കാരിലും ഒക്കെ അദ്ദേഹം ആദ്യം മുതലേ പറയുന്ന കാര്യങ്ങളാണ് ചുവപ്പ് നാട് ഒഴിവാക്കണം എന്നുള്ളത്. മാത്രമല്ല, ഉദ്യോഗസ്ഥർ നിലവിലത്തെ ചട്ടക്കൂടുകൾ ഭേദിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കാൻ തയ്യാറാകണമെന്ന് ഇന്നിപ്പോൾ KASൻ്റെ ദിനാഘോഷത്തിലും അദ്ദേഹം ആവർത്തിച്ചതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് CM പറഞ്ഞത്? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ KAS ഉദ്യോഗസ്ഥർക്കായുള്ള ചില നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് മുന്നോട്ട് വെച്ചത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന 1.5 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ KAS ചട്ടം പുറപ്പെടുവിക്കുന്നത്. ഇത് ചില കാര്യങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല കോണുകളിൽ നിന്നായും പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് ലഭിച്ചത്. എങ്കിൽ കൂടിയും ഇനി മുന്നേറാൻ ഒരുപാട് ഉണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത്. ഒപ്പം നിലവിലുള്ള സമ്പ്രദായം നിലനിർത്താൻ വേണ്ടി മാത്രമല്ല, പുതിയ മാറ്റം കൊണ്ടുവരാനാണ് ഓരോ ഉദ്യോഗസ്ഥരെയും നിയമിച്ചത് എന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ചില വകുപ്പുകളിൽ പഴയതുപോലെയുമല്ല ഉള്ളത് എന്ന് തന്നെയാണ് വിമർശനമായി ഉന്നയിച്ചത്. ഇങ്ങനെ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ നവീകരണത്തിന് ചാലുകൾ കീറാനുള്ള ഒരു ഉദ്യോഗസ്ഥരായാണ് നിങ്ങളെ നിയമിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. സർക്കാരിന് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു വകുപ്പും അപ്രധാനമല്ല, അപ്രധാനമായ വകുപ്പുകളെല്ലാം തന്നെ സുപ്രധാനമാക്കുന്നതിന് മിടുക്ക് തെളിയിക്കേണ്ടത് ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ KASലെ എല്ലാ ഉദ്യോഗസ്ഥരും പ്രതീക്ഷിക്കത്ത് ഉയർന്നു പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ചിലരുടെ ഭാഗത്ത് നിന്ന് പാളിച്ചയും ഉണ്ടായിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇനി പുതിയ ബാച്ചുകൾ വരാനിരിക്കുകയാണ്, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ബാച്ചുകൾക്ക് ഒരു മാതൃകയായി വേണം പ്രവർത്തിക്കേണ്ടത് എന്നും സൂചിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഓരോ ചുമതലയും തന്നെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് തന്നെ പോകണം. ഉത്തരവാദിത്തപൂർണമായ ഉദ്യോഗസ്ഥ സംസ്കാരം ആണ് നമുക്ക് അനിവാര്യം എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഫയലുകളിൽ കാലതാമസം പാടില്ലെന്നും ജനങ്ങൾക്കുള്ള ആനുകൂല്യം എത്രയും പെട്ടെന്ന് തന്നെ നൽകലാകണം, ഫയൽ നോട്ടത്തിന്റെ മാനദണ്ഡം അടക്കമുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇന്ന് അതുപോലെ തന്നെ മനസ്സ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നത് പഴയ സംവിധാനങ്ങളൊന്നും തുടരാനല്ല, അതൊരു പുതിയ മാറ്റം, ജനോപകാരപ്രദമായ പുതിയ മാറ്റമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി അടിവരയിടുന്നു, അല്ലേ? തീർച്ചയായും അജിൻഷാദ്, പഴയ കാര്യങ്ങൾ അതുപോലെ നിലനിർത്താൻ വേണ്ടിയല്ല, ആ വകുപ്പുകളിൽ വീണ്ടും പല മാറ്റങ്ങൾക്ക് കൂടി ഇതാക്കണം എന്ന് തന്നെയാണ്, ഉദ്യോഗസ്ഥർ ഇതിനായി തന്നെ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ പഴയ ശീലങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്ന പദവി ആകരുത് എന്നും എടുത്തു പറയുന്ന ഒരു കാര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ അപ്രധാന വകുപ്പുകൾ എന്നൊരു വിഭാഗം ഇല്ല. അടുത്ത ബാച്ച് KAS നിയമനം, ഉദ്യോഗസ്ഥരുടെ നിയമനം ഉടൻ ഉണ്ടാകും. ഈ നിലവിലുള്ള ഫയലുകളിലും കാലതാമസം പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം നാടിന്റെ സ്വത്തിന്റെ ആവിഷ്കാരും ഒപ്പം വികസന പദ്ധതികളുടെ പ്രചാരകരും ആകണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം കൂടി ആയിരിക്കണം എന്ന് തന്നെയാണ്. ഈ പഴയ കാലങ്ങൾ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ നിലനിർത്തുക എന്നതിനപ്പുറം പുതിയ മാറ്റങ്ങൾക്ക് കൂടി വഴിതെളിക്കണം ഈ ഉദ്യോഗസ്ഥർ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത്. അജിൻഷാദ്. ശരി, മാനസയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകുന്നത്.